ഇനി എന്തൊക്കെയാ ഈ പറയണത്? ചേട്ടൻ എന്ത് പണിയാ കാണിച്ചത്? ഞാൻ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോഴേക്കും എനിക്കെല്ലാം മനസ്സിലായി. ടോണി, നമ്മളാരും കല്യാണം കഴിക്കാൻ പാടില്ല. ആരാ പറഞ്ഞ ഈ മണ്ടത്തരങ്ങളൊക്കെ? ഏ ഈ ലോകത്ത് ഒരാൾ മറ്റൊരാളെ പോലെ അല്ല. ഇനി എത്ര ശ്രമിച്ചാലും ആകാനും പറ്റത്തില്ല. മറ്റൊരാളുടെ ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചു എന്ന് വെച്ചിട്ട് അത് നമ്മുടെ ലൈഫിൽ സംഭവിക്കണമെന്നുണ്ടോ? അതില്ല. ആ പിന്നെ എന്തിനാ ഞാൻ എന്തെങ്കിലും രണ്ട് കാര്യം പറഞ്ഞു എന്ന് വെച്ചിട്ട് ചേട്ടൻ എത്രയും അങ്ങോട്ട് മാറി ചിന്തിക്കാൻ പോയത്? നിങ്ങൾ രണ്ടുപേരും ഒരു മാതൃകയാവണം. ഈ ന്യൂ ജനറേഷൻ കല്യാണങ്ങൾക്ക് ആയുസില്ല എന്ന് പറയുന്നവർക്ക് ഒരു മറുപടിയാകണം നിങ്ങൾ. ഇവളൊരുത്തിൻ്റെ ഒപ്പം ബൈക്കിൽ പോകുന്നെന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞപ്പോൾ അത് റോയ് അല്ലേ? ഞങ്ങൾ ഫ്രണ്ട്സ് അല്ലേ? ആ വിളിച്ചു പറഞ്ഞവൻ ചേട്ടൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായപ്പോൾ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട് വിളിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഇല്ല. ഇനി അയാൾ കാരണം ജീവിതത്തിൽ നല്ല എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അതുമില്ല. ഇപ്പോൾ ഇത് പറയാനായിട്ടാണ് വിളിച്ചത്. ആണല്ലോ. ഇതാണ് നമ്മൾ മലയാളികളുടെ ഒരു കുഴപ്പം. തെറ്റ് പറയാനും കുറ്റം കണ്ടുപിടിക്കാനും എല്ലാവരും ഉണ്ടാവും. ഇനി ഞാൻ ചേട്ടനാണെന്ന് സങ്കല്പിച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി വെച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയോ? നോക്കിയോ? എന്തു തോന്നുന്നു? മണ്ടൻ. അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ? ഈ ഒരു ചെറിയ കാര്യത്തിന് കല്യാണം വേണ്ടാന്ന് പറഞ്ഞ ഒരാളെ എനിക്കും വേണ്ട. ബൈ. ഏതായാലും ചേട്ടൻ ഒന്ന് പോയി നോക്കും. വർക്കൗട്ട് ആയില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ എന്തെങ്കിലും ഐഡിയ പറഞ്ഞു. എന്തുവാണ് അവിടെ ചുറ്റി തിരിഞ്ഞ് നടക്കുന്നത്? ഒന്നും പറയണ്ട റോയിച്ച, ഒരു പണി കിട്ടി. എന്താ കാര്യം? ഇന്ന് രാവിലെ ടോണീൻ്റെ അടുത്ത് വെല്ലുവിളിച്ചിറങ്ങിയതാ. ഒരു സെലിബ്രിറ്റീൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാന്നും പറഞ്ഞു. എന്നിട്ട് കടവന്ത്രയിൽ ഒരു ഷോപ്പ് ഉദ്ഘാടനത്തിന് നടൻ നവീൻ ഗോപൻ വരുന്നു പറഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് പോയി. ഉന്തിയും തള്ളി എങ്ങനെയൊക്കെയോ ആ ഷോപ്പിൻ്റെ അകത്ത് കയറി ഒരു ഫോട്ടോ എടുക്കാനുള്ള ചാൻസും റെഡിയാക്കി. ആഹാ, കൊള്ളാലോടാ. മുഴുവൻ കേക്ക് റോയിച്ച. ഞാൻ നവീൻ ഗോപനെ കെട്ടിപ്പിടിച്ച് പോസ് ചെയ്ത് ആ ഭാഗത്ത് നിന്നൊരു ചെക്കൻ്റെ അടുത്ത് ഫോണും കൊടുത്തു. പക്ഷേ കാര്യം പറയടാ, മെമ്മറി കാർഡിൽ സ്പേസ് ഉണ്ടായിരുന്നില്ലേ? അല്ലല്ലല്ല, ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നോക്കുമ്പോ അവനെയും കാണുന്നില്ല, എന്റെ മൊബൈലും കാണുന്നില്ല. ഞാൻ അവിടെയൊക്കെ തപ്പി. ഇത്രയും നേരം അതായിരുന്നു പണി. റോയിച്ച, ഇപ്പോഴല്ലേ ദേഷ്യം കാണിക്കണ്ടേ? അവനെ നമുക്ക് കണ്ടുപിടിക്കണം, എന്നിട്ട് കാണിക്ക് ഈ ദേഷ്യം. ദേഷ്യം അവനോടല്ല, നിന്നോട് കാണിക്കേണ്ടത്. ഫോട്ടോ എടുക്കാൻ പോയിരിക്കുന്നു. ഇത്ര നേരം കോഫി ഷോപ്പിലേക്ക് പോയ നീ. ഉത്തരവാദിത്വമില്ലാത്തവന്മാര് അവിടെ എന്തൊക്കെ പോലാണെന്ന് ദൈവത്തിനോത്ര അറിയാം. അപ്പോഴവന്റെ ഫോൺ പോയ സങ്കടം. നീ ഒന്നും പറയണ്ട. ആ ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് എന്നെ നാറ്റിച്ചില്ലേ, അതെന്നെ ധാരാളമാ. എനിക്കിനി ഒന്നും പറയാനില്ല. നീ ഫോൺ വെച്ചോ. സാജൻ, I really didn't expect this from you. എന്ത്? നീ അതേ ഗിഫ്റ്റ് തന്നെ വാങ്ങി എങ്ങനെ വീട്ടിൽ കൊണ്ടുവച്ചു? ഇറ്റ്സ് റിയലി എ സർപ്രൈസ്. ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാനോ? അത് പാറുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് അല്ലേ, പിന്നെ പാറുവിന് വിഷമമുണ്ടെന്ന് കരുതി ഞാനും വാങ്ങിച്ചു. താങ്ക് യു സാജൻ, താങ്ക് യു സോ മച്ച്. നമുക്കിനി എന്തായാലും നാളെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്നാലും ആരാ ഗിഫ്റ്റ് അവിടെ വാങ്ങിച്ചു വെച്ച്? ഒരു പിടിയും കിട്ടല്ല. റോഷൻ അവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല കേട്ടോ. ഇവിടെ കുറച്ചായിട്ട് കാണേണ്ടതാരും കാണുന്നില്ല, കണ്ടതാരും അറിയുന്നില്ല. ഹാ, കണ്ടിട്ടില്ലാത്ത ചിലത് കാണുന്നുണ്ട്, അത് അറിയുന്നുണ്ട്. അതെന്താ? റോഷൻ ഇന്നൊരു പെണ്ണിന്റെ ഒപ്പം കറങ്ങുന്നത് ചിലവരൊക്കെ കണ്ടു, ഞാനും അറിഞ്ഞു. ഓ അതോ, അതെന്റെ ഫ്രണ്ടാ അഞ്ജന. പറഞ്ഞോലെ അവളുടെയും വിനുവിന്റെയും പ്രശ്നം തീർക്കാൻ പോയവനെ കണ്ടില്ലല്ലോ. ആര് പോയ കാര്യം പറയുന്നേ? ആനന്ദോ? ആനന്ദ്. അവന് നല്ല പണി ഞാൻ കൊടുത്തിട്ടുണ്ട് കോഫി ഷോപ്പിൽ. ഇന്ന് മുഴുവൻ ഉഴപ്പിടന്നല്ലേ. ഇത് മറ്റവൻ ടോണി ഐസക് എന്നൊരു പ്രതിഭാസം ഉണ്ടല്ലോ നമ്മുടെ വീട്ടില്. ഇവൻ ഈ ജന്മത്തിൽ ചാവുന്നു തോന്നല്ല. കെട്ടിപ്പിടിച്ച് സോപ്പിടൊന്നും വേണ്ട. എന്താ കാര്യം? അതറിഞ്ഞിട്ട് വേണം നിന്നെ വീട്ടിൽ കയറ്റണോ വേണ്ടെന്ന് തീരുമാനിക്കാൻ. എനിക്ക് ജോലി ഇട്ട് റോയിച്ചാ. അപ്പം മോൻ ജോലി അന്വേഷിച്ച് പോയതാ? മുഴുവൻ പറയട്ടെ റോയിച്ചാ. പോയ കാര്യം ഏറ്റു. അവർ രണ്ടാളെ ഒന്നിപ്പിച്ചു. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും നീളമുള്ള ഡയലോഗുകൾ പറഞ്ഞിട്ട് അതേതായാലും ഗുണമായി. എന്ത് ഗുണം? ഈ ആണും പെണ്ണും തമ്മിലുള്ള പ്രശ്നം സോൾവ് ചെയ്യാൻ കഴിവുള്ള ഒരാൾ എൻ്റെ ഉള്ളിൽ വാടക തരാതെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. അതേതായാലും ബിനുചേട്ടൻ മനസ്സിലാക്കി.
അവരുടെ FM ചാനലിൽ ഈ ലവ് മാറ്റേഴ്സ് സോൾവ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ആ, ലവ് ഗുരു. അത് അവതരിപ്പിക്കാൻ വിളിച്ചേക്കാ പുള്ളി. ആ ആനന്ദിനും നീരജിന്റെയും ജീവിതം കുട്ടിച്ചോറാക്കുന്ന പോരാണ്ട് ഇനി കേരളത്തിലെ മൊത്തം പേരുടെ ജീവിതം വെച്ച് കളിക്കാൻ പോണ എന്റെ മോൻ. ആ ഇന്ന് അഞ്ജനയുടെയും വിനുവിന്റെയും ജീവിതം കുട്ടിച്ചോറാക്കാൻ നോക്കിയാണല്ലോ നീ. അതിന് കാരണക്കാരൻ ഞാൻ മാത്രമൊന്നുമല്ല, റോഹിച്ചനും കുറ്റക്കാരനാ. റോഹിച്ചന്റെ പിന്നിലിരുന്ന് അഞ്ജന പോകുന്നത് കണ്ടെന്ന് ആരോ ആവിലും ചേട്ടനെ വിളിച്ച് പറഞ്ഞു കൊടുത്തു. അതാ പ്രശ്നമായത്. പിന്നെ എന്തായാലും ഞാൻ കാരണം നിനക്കൊരു ജോലിയായല്ലോ. ഇപ്പൊ അങ്ങനെയായോ? കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു.